ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശബ്രഹ്മർഷി ഒരധ്യായം കൊണ്ട് നരകത്തിനെ കുറിച്ച് വർണ്ണിച്ചു. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കുന്ന ദുഃഖങ്ങൾ, അതിൻ്റെ പേരാണ് നരകം എന്ന് പറഞ്ഞാൽ. ആ നരകം കേട്ട വഴിക്ക് തന്നെ അദ്ദേഹം പറഞ്ഞു, നരക യാതനകളിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോൾ അനവധി മാർഗങ്ങൾ വേദത്തിലൊക്കെ നമുക്ക് കാണാം. ദുഃഖങ്ങളെ ഒഴിവാക്കാൻ എന്തെല്ലാം പ്രാരബ്ധങ്ങളുണ്ട്, ഇതിനെയൊക്കെ മറികടക്കാനുള്ള പല വിദ്യകളുണ്ടെങ്കിലും വീണ്ടും നമുക്ക് പാപങ്ങൾ ചെയ്യാനുള്ള വാസന അത് പോകില്ല എന്നാണ്. തൽക്കാലം പുല്ലൊക്കെ ചെത്തിയാൽ എന്തുണ്ടാവും, പുല്ലൊക്കെ മാറി മുറ്റം വൃത്തിയായി നമുക്ക് തോന്നും. പക്ഷെ ഒരു തണുപ്പ് വരുമ്പോൾ എന്തുണ്ടാകുന്നു, വീണ്ടും മുളച്ചു വരുന്നു. അതേപോലെ നമ്മുടെ പാപങ്ങളൊക്കെ നാമം ജപിക്കുമ്പോൾ തീരണം. പക്ഷെ അത് പരിപൂർണമായിട്ട് ഇല്ലാതെ കണ്ടായി തീരണം. അതിനെന്ത് വേണം? അതിന് നിരന്തരമായിരിക്കുന്ന തിരുനാമ സങ്കീർത്തനം തന്നെ വേണം. നമുക്കങ്ങനെയല്ല, നമ്മുടെ ദോഷങ്ങളൊക്കെ തീർക്കാൻ നമ്മൾ അതിന് വേണ്ട പരിഹാര ക്രിയകളൊക്കെ ചെയ്യണം. ധാരാളം കർമ്മങ്ങളെ പറയുന്നുണ്ട്. ആ കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം. എല്ലാം ചെയ്തിട്ടും എന്തേ എനിക്കിങ്ങനെ, നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്. എന്തെല്ലാം വഴിപാടുകൾ, എന്തെല്ലാം പൂജകൾ, എന്തൊക്കെ ഹോമങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും എന്തേ എനിക്കിങ്ങനെ വന്നത്? എത്രയോ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം. എന്നിട്ടും എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പറയണു, പാപങ്ങൾ ചെയ്യുമ്പോൾ തീരുന്നു. അത് കഴിഞ്ഞാൽ മഞ്ഞെ കുഞ്ചന ശൗചമായി ആനയെ കുളിപ്പിച്ച് നിർത്തും പോലെ എന്നാണ് ശ്രീശബ്രഹ്മർഷി പറയുക. എത്ര നേരം ആനക്കാരൻ ഒരു ആനയെ കുളിപ്പിച്ച് നിർത്തുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ? ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അത് പോയിട്ട് ചായ കുടിച്ച് വരുമ്പോഴേക്കും ആന വീണ്ടും രണ്ട് കാലി ശിരസ് കഴിയും. ഇതേപോലെയാണ് നമ്മൾ പാപം ചെയ്യാനുള്ള വാസനകൾ പോണില്ലാന്നാണ്. നമ്മൾ ചെയ്ത പാപങ്ങൾ ഇതേപോലുള്ള കർമ്മങ്ങളെ കൊണ്ട് തീരും. വീണ്ടും ചെയ്യാനൊരു അവസരം കിട്ടിയാൽ നമ്മൾ എന്തുണ്ടാവും, പാപങ്ങൾ ചെയ്യണം. ഇത് പരിപൂർണമായിട്ട് പോകാൻ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ, നാമാഹിമാതൻ തീർത്ഥത്തിൽ തീരാത്ത പാപങ്ങളില്ലെന്നറിഞ്ഞു കൊള്ളുക. പാപം കഴുകിക്കളയുവാനിക്കലി കാലത്തു മറ്റെന്തു മാർഗമുള്ളൂ. ഈ കലികാലത്തിൽ നാമസങ്കീർത്തനം പോലെ വേറെ എന്താ ഉള്ളത്? നമ്മുടെ സകല പാപങ്ങളെ കളയാനായിട്ട് ഇവിടെ ഷഷ്ഠസ്കന്ധം പോഷണം എന്ന ലീലയെ കാണിക്കുന്നു. ആരൊക്കെയാണോ നമ്മുടെ സ്വകർമ്മത്തിനെ കൊണ്ട് നരകത്തിലേക്ക് ആണ്ടാണ്ട് പോണത്, ദുഃഖത്തിലേക്ക് ആണ്ട് പോണത്, അവരെല്ലാം പോഷിപ്പിച്ച് വേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ദിവ്യമായിരിക്കുന്ന ലീലകളാണ് ഷഷ്ഠസ്കന്ധത്തിൽ. സജ്ജനങ്ങൾ പറയും, എല്ലാ സ്കന്ധത്തിലും ഭഗവാന്റെ അവതാരമുണ്ട്. അതാ നമ്മൾ സപ്തമസ്കന്ധം 3 അധ്യായം വായിച്ചു. 8ാമത്തെ അധ്യായത്തിൽ നരസിംഹാവതാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാ സ്കന്ധത്തിലും നോക്കിയാലും അവതാരങ്ങളുണ്ട്. ഇനി നാളെ നോക്കിയാൽ അഷ്ടമത്തിൽ ധാരാളം അവതാരങ്ങൾ കാണാം, നവമത്തിലും അവതാരങ്ങളൊക്കെ കാണാം. പക്ഷേ ഈ ഷഷ്ഠസ്കന്ധത്തിലെ അവതാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ നാമാവതാരം എന്ന് സജ്ജനങ്ങൾ പറയും. നാമമായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. മറ്റെല്ലാ അവതാരങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ആ നാമാവതാരം. അതുകൊണ്ട് ഇതിന് രൂപങ്ങളില്ല, മറ്റൊന്നും പറയാനില്ല. നാമം ജപിക്കുക, അത് മാത്രം മതി. ഇവിടെ പല ആളുകളെ നമുക്ക് കാണിച്ചു തരണം. അജാമിളൻ, ദക്ഷൻ, വൃത്രാസുരൻ, ഇന്ദ്രൻ, ചിത്രകേതു, എത്ര ആളുകളെയാണ് നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നത്. അവരെല്ലാം തിരുനാമ സങ്കീർത്തനജ്ഞ കൊണ്ട് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേർന്നവരാണ്. അവരുടെ കഥകൾ ഞാൻ ഒന്നായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിൽ നടന്ന ഒരു സംവാദ രൂപത്തിൽ ഒരു അജാമിളൻ്റെ കഥ പറഞ്ഞു. അജയാമിളതി ഇത് അജാമിള, മായയിൽ പെട്ടതായിരിക്കുന്ന ഒരു കുലടയായിരിക്കുന്ന ഒരു സ്ത്രീയെ സ്വീകരിച്ചതായിരിക്കുന്ന ഒരാളുടെ കഥ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്യകുബ്ജത്തിൽ അങ്ങനെ ഒരു ദ്വിജൻ ഉണ്ടായിരുന്നത്. ആ ദ്വിജൻ എങ്ങനെയായിരുന്നു? തൻ്റെ ബ്രാഹ്മണോചിതമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, തൻ്റെ അച്ഛനെയും അമ്മയും ഭാര്യയെയും കുട്ടികളെയൊക്കെ നോക്കുന്നുണ്ട്, എല്ലാം വിധിപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയെന്നാണ്. അദ്ദേഹം ആ ചമത ദർഭപുല്ലൊക്കെ ശേഖരിക്കാൻ കാട്ടിൽ പോയി. ഒരിക്കൽ കാട്ടിൽ പോയി ഇതെല്ലാം ശേഖരിക്കുന്ന സമയത്ത് കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടു എന്നാണ്. ഒരു വള്ളിക്കുടിലിൽ
തൻ്റെ ജാരപുരുഷനോട് കൂടിയിരിക്കുന്ന ഒരു പുലടയായിരിക്കുന്ന സ്ത്രീയെ കണ്ടു. ആദ്യം കണ്ടപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി, ആ കണ്ണ് മനസ്സിനോട് പറഞ്ഞു, മനസ്സേ അത് തരക്കേടില്ലാത്ത നല്ല കാഴ്ചയാണല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് കണ്ടാൽ എന്താ. പിറ്റേ ദിവസവും അദ്ദേഹം ആ ചമതി ഓടിക്കാൻ പോയപ്പോഴും അപ്പോഴും കണ്ടു രണ്ടുപേരെയും ആ വള്ളിക്കുടിലിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. അവരുടെ ചേഷ്ടകൾ കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ആ കണ്ണ് അത്ര അപകടമാണെന്ന് പറയാം. നമ്മുടെ മുഖത്ത് തന്നെയാണ് 3 എണ്ണം, അത്ര അപകടമാണ്. വായും നാവും അതേപോലെ കണ്ണും ചെവിയും. ഇതുകൊണ്ട് ഇത് 3മാണ് നമുക്ക് എല്ലാ പ്രശ്നത്തിനും വഴിയുണ്ടാക്കുക. പിന്നാലെയുള്ള കയ്യും കാലുമൊക്കെ അല്ലേ. ആദ്യം കണ്ണാണ് ഏറ്റവും വലിയ വിഷയം ഉണ്ടാക്കുക. കണ്ണ് അത്രയും ശ്രദ്ധിക്കണമെന്ന് പറയാം. പണ്ട് ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ 3 കുരങ്ങന്മാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. കണ്ണ് പൊത്തിയിട്ട്, ചുവട് പൊത്തിയിട്ട്, വായ പൊത്തിയിട്ട്. നമ്മുടെയൊക്കെ ഓഫീസിലുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞു. എന്താണെന്നറിയോ, ഇന്നിപ്പോൾ അത് പറ്റില്ല. കാണാൻ പാടില്ലാത്തത് കാണരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, ഉണ്ടാൻ പറ്റാത്തത് ഉണ്ടരുത് എന്നാണ്. ഇന്നിപ്പോൾ അത് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് കാണാൻ പാടില്ലാത്തത് ഇന്ന് കാണും, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുള്ളൂ, പറയാൻ പാടില്ലാത്തത് പറയുള്ളൂ. ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ. അപ്പോൾ ഈ കണ്ണ് എന്ന ഒരു അവയവത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം. വേണ്ടാത്തത് എന്തെങ്കിലും കണ്ടാൽ മതി എന്നാണ്. അത് പെട്ടെന്ന് മനസ്സിന് മെസ്സേജ് കൊടുക്കുന്നു. മനസ്സ് പിന്നെ ആ കണ്ണിൻ്റെ പിന്നാലെ പോകും. നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ധാരാളം പേരിങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ. അത് വാങ്ങിച്ച് പൊട്ടിച്ച് കുടിച്ച് വീണാൽ മാത്രമേ അവർ വിഷം വിൽക്കുന്ന ധാരാളം കടകൾ കാണില്ലേ. അവിടെ ധാരാളം പേര് നിൽക്കണേ കാണാറുണ്ട്. അത് കണ്ടു എന്ന് വിചാരിച്ചാൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ അത് പൊട്ടിച്ച് കഴിച്ചാലേ നമ്മൾ എവിടെയെങ്കിലും കുഴഞ്ഞു വീഴുന്നുള്ളൂ. ഇതങ്ങനെയല്ല. വിഷയങ്ങൾ കണ്ടാലേ മതി എന്നാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനെ അത് ദുഷിപ്പിക്കാൻ കാരണമായിട്ട് മാറും. ഇവിടെ എന്തുണ്ടായി, ആ അജാമളന് എന്ന ആ ബ്രാഹ്മണന് ഇപ്പം എന്തുണ്ടായെന്നറിയോ, തൻ്റേതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതെയായി. തൻ്റെ അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളെയും നോക്കാണ്ടായി. പിന്നെ മനസ്സ് പതുക്കെ പതുക്കെ അവളുടെ അടുത്തേക്കായി. എന്നും അത് കാണാനായി തിരക്ക് മുഴുവനും. ഇനിയിപ്പോൾ ദർഭപുല്ലൊന്നും ശേഖരിക്കുന്നില്ല. ഇവളുടെ കാഴ്ചകൾ കണ്ടാൽ മതി എന്നുള്ള മട്ടിലായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറിയെന്നറിയോ, അവളോടുള്ള ആസക്തി കൊണ്ട് ജാരപുരുഷനെ ഓടിച്ചു കളഞ്ഞ് അവളുടെ പതിയായിട്ട് മാറി. പിന്നെ പറയാനുണ്ടോ, അവളെപ്പോലുള്ളവർക്ക് എന്തേ വേണ്ടു? സമ്പത്ത് മാത്രമേ വേണ്ടൂ. ബന്ധക്ഷകൈതവൈ ചൗര്യർഗർഷിതാം വൃത്യമാസിതാം. കിണ്ടിയും മണിയും കൊടിവിളക്കും ഒക്കെ എടുത്ത കൈകൊണ്ട് കത്തിയെടുത്തു. പല ആളുകളെയും കുത്തിക്കൊന്നും പിടിച്ചു കുറച്ചും അങ്ങനെ അവർക്ക് വേണ്ട സമ്പത്ത് ഉണ്ടാക്കി കൊടുത്തു. വിഷയസുഖങ്ങളിൽ മുഴുകി അങ്ങനെ ജീവിക്കുമ്പോൾ മക്കളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് നാളെങ്കിലും നമ്മൾ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ ആരും മറക്കില്ല, ഭഗവാൻ മറക്കില്ല എന്നാണ്. മറ്റു കുട്ടികൾക്കൊക്കെ എന്തോ പേരിട്ടെങ്കിലും അവസാനത്തെ ഉണ്ണിക്ക് നാരായണൻ എന്ന് പേരിട്ടു. അതാണ് ഭഗവാൻ എവിടെയെങ്കിലും ഒരു കൊടുത്തു പിടിക്കുന്നതാണ്. അതാണ് പട്ടം പോലെയാണ് നമ്മളെന്ന് പറയാം. അപ്പോൾ പട്ടം ഭക്ഷണം കണ്ടിട്ടില്ലേ, നമ്മുടെ ഇവിടെ ഒന്നുമില്ല, ഉത്തരേന്ത്യ പോയാലാണ് പട്ടം പറത്തൽ. പട്ടം ഇങ്ങനെ ആകാശത്തിൽ പോയി കളിച്ചാലും അതിൻ്റെ ചരടിരിക്കുന്നത് നമ്മുടെ കയ്യിലായിരിക്കും. നമ്മളാ തീരുമാനിക്കുക പട്ടം എവിടെ വരണം, എത്ര ദൂരം പോകണം എന്നൊക്കെ അല്ലേ. അപ്പം അതേപോലെ പട്ടം വിചാരിക്കും ഞാൻ സ്വതന്ത്രമാണല്ലോ എന്ന് വിചാരിക്കും. അല്ല, നമുക്കിട്ടൊരു കൊടുത്തു പിടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ 6 ദിവസം 7 ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഒരു കൊളുത്ത് നമ്മളെ ഇട്ടിട്ടുണ്ടാവും. ഇത്രയും ദിവസം നീ ഇവിടെ വന്നിരുന്ന് ഭാഗവതം കേട്ടില്ലേ, ഇനി നിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തോളാം എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. ചിലപ്പോൾ നല്ലതാണെന്ന് വിചാരിക്കുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ തിരിഞ്ഞു പോകും. എവിടെയെങ്കിലും ചെന്ന് പെട്ടാലും ഭഗവാൻ വേഗം അതിനോട് പിടിക്കും. ഇവിടെ പോരെ ചരടൻ്റെ കയ്യിലുണ്ട്, പിടിച്ചു വലിച്ച് ആ പാദത്തിലേക്ക് ആക്കും. അത് ഭാഗവതം നല്ലൊരു കഥാരൂപത്തിൽ കൂടി നമ്മളെ കാണിച്ചു തരിക. ഈശ്വരഭജനത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലും നമ്മൾ അബദ്ധസഞ്ചാരത്തിലേക്ക് പോയാൽ ഭഗവാൻ അതിന് സമ്മതിക്കില്ല എന്നാണ്. അത് പിടിച്ച് പാദത്തിലേക്ക് ആക്കി കൊണ്ടുവരും. എത്രയോ കാഴ്ചകൾ നമുക്കറിയാം, എത്രയോ ആളുകളുടെ കഥ നമുക്കറിയാം. അപ്പോൾ ഭഗവാന്റെ എന്തെന്നില്ലാത്ത വാത്സല്യം അതിവിടെ കാണിച്ചു തരാം. വേഗം ആ നാരായണ എന്ന നാമം ഇട്ടു എന്ന് മാത്രമല്ല, ആ ഉണ്ണിയെ മറ്റൊരു പേരല്ല വിളിച്ചത്. നമ്മളൊക്കെയാണ് ഈ കളിപ്പേരാ വിളിക്കാം, നല്ല പേര് വിളിക്കാണ്ട്. ഇതങ്ങനെയല്ല, നാരായണ നാരായണ നാരായണ. കുട്ടിയോടുള്ള ഇഷ്ടമായിരുന്നില്ല. പിന്നെയോ കുറേ കാലം നാരായണ നാമം ജപിച്ചതാണ്. അതിങ്ങനെ നാവിൽ അതിൻ്റെ രസം എപ്പോഴാണ് നമുക്ക് പോവാം. എപ്പോഴെങ്കിലും നാമത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമ്മുടെ നാവിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മറ്റുള്ളതിൻ്റെ രസമൊക്കെ പോകും. അപ്പോൾ പായസമോ അടയൊക്കെ കഴിച്ചാൽ അതിൻ്റെ
അതിൻ്റെയൊക്കെ രസം കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് പോയിന്ന് വരും. പക്ഷെ നാമജപത്തിൻ്റെ രസം ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് പോയില്ല എന്നാണ്. അതാണ് മാധവനാമത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഓർത്തിട്ടല്ലെങ്കിലും നാരായണ നാരായണ നാരായണൻ കുടിച്ചോ, നാരായണൻ ഉന്നയിച്ചോ, നാരായണൻ ഉറഞ്ഞോ, സദാസമയത്തും ചിന്ത അങ്ങനെയായി. അങ്ങനെ അദ്ദേഹം മരണശയ്യയിലായപ്പോൾ യമഭടന്മാർ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വരുമ്പോഴാണ് അദ്ദേഹം ദൂരെ കളിക്കുന്ന കുട്ടിയെ ഓർത്തിട്ടായിരിക്കും വിളിച്ചത്. നാരായണ ഉറക്കനെ വിളിച്ചു എന്നാണ്. ദൂരെ വിളിച്ചപ്പോഴേക്കും ആ ദൂരേക്ക് ഇടനകാസക്തം പുത്രം നാരായണാഭയം പ്ലാവിതേന സ്വരേണോച്ചയ്യ ആജുഹാവാകുലേന്ദ്രിയ. പുറമിലേക്ക് ശബ്ദം വന്നോളൊന്നുമില്ല എന്നാണ്. പക്ഷേ നാരായണ എന്ന മകനെ ഓർത്തിട്ടാണ് വിളിച്ചതെങ്കിലും വന്നത് ഭഗവാന്റെ 4 രൂപങ്ങളാണത്രേ. ആ ശ്രീവത്സം മാത്രമില്ല, അല്ലാതെ കണ്ട് 4 പേര് അവിടെ വന്നു അത്ര. ഭഗവാനെ പോലെ തന്നെ ഭവദേശം മുഴുവനും പ്രകാശം പടുത്തിക്കൊണ്ട് 4 പേര് വന്നു എന്ന് മാത്രമല്ല, ആ യമഭടന്മാരുടെ പാശം എടുത്ത് ദൂരെ കളഞ്ഞു എന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർ തമ്മിലുള്ള സംവാദമാണ്. എന്താ ചോദിച്ചത്? നിങ്ങൾക്കറിയോ ധർമ്മം എന്താണെന്ന്? ധർമ്മമൂർത്തി ആരാണെന്ന് അറിയോ? ഇങ്ങനെ അനവധി ധർമ്മതത്വം എന്താണെന്നറിയോ? അനവധി ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോൾ യമഭടന്മാർ പറഞ്ഞു, ആരാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം ഭഗവാനാണ്. ആ ധർമ്മത്തിൽ എന്ത് പറഞ്ഞിരിക്കണു? അതിൽ നാരായണ സ്വരൂപത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കണു, നാമജപത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കണു. ആ നാമം ആരുടെ നാമാണ്? അത് നാരായണൻ്റെ നാമമാണ്. നാരായണ എന്ന മഹാമന്ത്രത്തിനെ കുറിച്ചാണ് വേദങ്ങളൊക്കെ പറയുക. അതുകൊണ്ട് തന്നെ വേദവും നാരായണ സാക്ഷാൽ, വേദം തന്നെ ആരാണ്? നാരായണൻ തന്നെയാണ്. അതുകൊണ്ട് ആ നാമത്തിൻ്റെ മഹിമ അവരിങ്ങനെ പറയാൻ തുടങ്ങി. അറിഞ്ഞോ അറിയാതെ കണ്ടോയെങ്കിലും നാമം ജപിച്ചാൽ മതി എന്നൊക്കെ അവർ വലിയ കേമം പറഞ്ഞു. അത് മാത്രമല്ല, എങ്ങനെയൊക്കെ ആണെങ്കിലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാലും ധർമ്മത്തിൽ നിൽക്കുമ്പോഴും ഇതിന് സാക്ഷിയായിട്ട് കുറേ ആൾക്കാരുണ്ട് എന്ന് പറയാം. ആരൊക്കെയാണ് സാക്ഷികൾ? 8 ദിക്കുകളും ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും എന്ന് വേണ്ട എല്ലാവരും, എത്രയോ ആളുകളാണ്, ഗ്രഹങ്ങളും എല്ലാം നമ്മളെല്ലാ ക്യാമറ കണ്ണു വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞു ഇപ്പോഴാണ് ക്യാമറ കണ്ടുപിടിച്ചതെന്ന്. അതൊന്നല്ല എന്നാണ്. എപ്പോഴും ക്യാമറ കണ്ണിൻ്റെ ഉള്ളിലാണ് നമ്മളെപ്പോഴും. നമ്മൾ വിചാരിക്കും അയാൾ അറിഞ്ഞില്ലല്ലോ, ഇയാൾ അറിഞ്ഞില്ലല്ലോ, അമ്പലത്തിൽ വെച്ചിട്ടല്ലോ ഞങ്ങൾ ചെയ്തത്. എവിടെ വെച്ച് ചെയ്താലും എല്ലാം കണ്ടുകൊണ്ട് എല്ലാം ചിത്രം, നല്ല വീഡിയോ ചിത്രം എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആളുടെ പേരാണ് ചിത്രഗുപ്തൻ അല്ലേ? അത് ആരാണെന്ന് ചോദിച്ചാൽ അകത്തിരിക്കുന്ന ആളുടെ പേര് തന്നെയാണ് ചിത്രഗുപ്തൻ എന്ന് പേര് പറയുക. അല്ലാണ്ട് വേറെ ആളെയൊന്നും നിയമിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ഈ കണ്ണൻ തന്നെയാണ്. കണ്ണൻ്റെ പേരാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്തിട്ടുണ്ടോ, നമ്മൾ മറ്റൊരാളെ പറ്റിക്കൂ എന്നുള്ള ഇരുട്ടത്താണ് ചെയ്തതെന്ന് പറഞ്ഞാലും ഭഗവാന്റെ ക്യാമറയിലുണ്ട്. കാരണം എന്താ? രാത്രിയും പകലും എല്ലാം ക്യാമറയായിട്ടിരിക്കുകയാണ്. ആ ക്യാമറയിൽ നിന്ന് പിടിവിടാൻ ആർക്കും സാധിക്കില്ല. ഇനി പുറമേ മാത്രമല്ല, മനസ്സേവ കുറേ ദേവ, ഉള്ളിലും വെച്ചിട്ടുണ്ട് ഒരു ക്യാമറ. മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണു, ബുദ്ധി കൊണ്ട് എന്ത് കണക്കാക്കണു, അതെല്ലാം ചിത്രമായിട്ട് വീഡിയോ ചിത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എന്നിട്ട് എന്താ എനിക്കിങ്ങനെ വന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ചിത്രചിത്രം പറയും, ഇതാ ഇവിടെ തെളിവിൽ പണ്ടൊക്കെ കാണിച്ചു തരാമെന്ന് പറയും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തതായിരിക്കുന്ന ആ തോന്യാസത്തിന് കണക്കില്ല എന്നാണ്. അത്രമാത്രം തൻ്റെ ഭാര്യ മക്കളെ ഉപേക്ഷിച്ചു, വയസ്സരായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റേതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ വെടിഞ്ഞ് ആ കുലടയായിരിക്കുന്ന സ്ത്രീയോട് കൂടി എത്ര പേരെ കൊന്നിട്ടുണ്ട്, എത്ര പേരെ പിടിച്ചു പറി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ദണ്ഡേന ശുദ്ധിതി, നല്ല ദണ്ഡം കൊടുത്ത് ഇയാളെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിഷ്ണു ഭാഷകന്മാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, ധാരാളം ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റിനെല്ലാം പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്ത് പരിഹാരം ചെയ്തത്? നാരായണ എന്ന് വിളിച്ച കേട്ടില്ലേ? അല്ല, അതപ്പോൾ അയാളുടെ മകനെ ഓർത്ത് വിളിച്ചതല്ലേ? ആരെ വിളിച്ച് ഓർത്തിട്ടാണെങ്കിലും ജപിച്ചത് ആരുടെ നാമമാണ്? നാരായണ എന്ന് വിളിച്ചില്ലേ? അത് മതിയെന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ലഹരി 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 എന്ന് പറഞ്ഞാൽ ഭഗവാൻ ലാ എന്ന ശബ്ദം കേൾക്കുന്നതാണ്. പിന്നെ എന്ത് കേൾക്കും? ഹരി 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 എന്ന് കേൾക്കുന്നതാണ്. ലാ എന്ന ശബ്ദം വായിപ്പോൾ ശ്രദ്ധിക്കുകയില്ല എന്നാണ്. ഞാനിപ്പോൾ എന്തിനാണ് അത് കേൾക്കുന്നത്? എന്നിട്ട് ബാക്കിയുള്ളത് കേട്ടാൽ പറയുന്നതാണ്. അതേപോലെയാണ് നമ്മൾ അറിഞ്ഞാണെങ്കിലും അറിയാതെ കണ്ടാണെങ്കിലും ഭഗവാന്റെ തിരുനാമാണോ ജപിക്കണത്, അത് മതിയെന്നാണ്. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമ
നാമഗ്രഹണം അശേഷാകഹരം വിദുഹു. ഏത് തരത്തിൽ ഉറക്കണം ജപിച്ചാലും പതുക്കണം ജപിച്ചാലും മനസ്സിൽ ജപിച്ചാലും ജപിച്ചത് കണ്ണൻ്റെ നാമാണോ ഭഗവാന്റെ നാമാണോ അത് മതി. ഭഗവാൻ ഒരിക്കലും നമ്മളെ മറക്കില്ല എന്ന് കാണിച്ചു തരിക. സാങ്കേതികമായിട്ട് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നവർ നാമം ജപിച്ച് ശീലമുള്ളവരൊന്നും ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അല്ലേ. ഇപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും നമ്മളെല്ലാം ഹരേ രാമ എന്ന് ജപിക്കുമ്പോൾ സുദർശനാമ പറഞ്ഞില്ലേ, ഒക്കെ കുറച്ച് പേര് ഊണയിക്കാൻ ബാക്കി ഇവിടെ നാമം ജപിക്കൂ. അപ്പോൾ എന്തായാലും അവിടെ തിരക്കാണ്. എന്നാൽ പിന്നെ നമ്മുടെ കൂടെ ഇരിക്കാം. അവരറിയാണ്ടേ ആണെങ്കിലും ഹരേ രാമ എന്ന് ജപിച്ചിട്ടുണ്ടോ അത് മതി. സാങ്കേത്യം പാരിഹാസ്യം വാ. ചില ആളുകളൊക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കണ്ടാവും. മൈക്കിൽ കൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ റോഡിൽ കൂടെ പോകുന്നവർ, അവർക്ക് വേറൊരു പണിയില്ലേ, അമ്പലത്തിൽ നട്ടുച്ചയ്ക്ക് ചൂടത്ത് പോയിരുന്ന് ഹരേ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കണം. അത് മതി. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവവാ. അവഹേളിച്ചുകൊണ്ടാണെങ്കിലും ജപിച്ചത് ആരുടെ മന്ത്രമായിരിക്കണം? ഭഗവാന്റെ തിരുനാമാണോ അത് മതി എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും ഇല്ലാതെ കണ്ടായിത്തീരുന്നു. മരുന്നിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണോ? ഡോക്ടർ തരുന്ന ചില ഗുളിക കണ്ടിട്ടില്ലേ നമ്മൾ, ഒരു ഇത്തിരിയേ ഉണ്ടാവുള്ളൂ, അത് കണ്ണിൽ പോയി എടുക്കാനും കൂടെ പറ്റില്ല. അത്രയും ഗുളിക എന്നിട്ട് പറയും എൻ്റെ പകുതി വെച്ചാൽ മതി എന്ന് പറയും. നമ്മളത് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു പാടി തിരുന്നല്ല അല്ലേ. അപ്പോൾ ഡോക്ടർ ഒക്കെ അറിയാം അതിലെന്തടങ്ങിയിരിക്കണു, നമുക്കതൊന്നും അറിയില്ല. എന്നാലും അതിൻ്റെ ഒരു പകുതി കഴിക്കുമ്പോൾ നമ്മുടെ രോഗത്തിന് ശമനം വരുന്നില്ലേ? അതേപോലെ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഭഗവാന്റെ തിരുനാമത്തിൻ്റെ മഹിമ. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അറിയാതെ ഉണ്ടെങ്കിലും നമ്മുടെ നാവിൽ വന്നാൽ മതി. കോടി ജന്മകൃതം പാപം സ്മരണമാത്രേണ നശ്യതി. എത്ര കോടി ജന്മത്തിലെ പാപം ഉണ്ടെങ്കിലും അറിയാതെ കണ്ടെങ്കിലും രാമ നാരായണ ആ തിരുനാമം നമ്മുടെ നാവിലേ വന്നാൽ മതി. എല്ലാ പാപങ്ങളും ഇല്ലാതെ ഉണ്ടായിത്തീരണം. ഒരു ഗുരുനാഥൻ എപ്പോഴും രാമനാമത്തിൻ്റെ മഹിമ പറഞ്ഞു. അപ്പോൾ ആര് ഗുരുനാഥനെ കാണാൻ വന്നാലും ഗുരുനാഥൻ രാമ നാമം പറഞ്ഞു കൊടുക്കേ, അത് ജപിച്ചാൽ മതി. മാറാത്ത രോഗം എന്താ ഉള്ളത്? അദ്ദേഹത്തിന് നല്ല ഉറപ്പായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എവിടെയോ പോയി അത്ര. അപ്പോൾ ശിഷ്യൻ മാത്രമേ ഉള്ളൂ ആശ്രമത്തിൽ. അപ്പോൾ ഒരാൾ വന്നു, എൻ്റെ ദുഃഖത്തിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു രാമ എന്ന് ജപിച്ചോളൂ. അത് ഗുരുനാഥൻ ഇവിടെ പറയാറുണ്ട്, അതുകൊണ്ട് രാമ എന്ന് ജപിച്ചോളൂ എന്ന് പറഞ്ഞു. അയാൾ അതിങ്ങനെ ജപിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അത്ര. അപ്പോൾ കുറേ കഴിഞ്ഞ് ഗുരുനാഥൻ വന്നപ്പോൾ ചോദിച്ചു, ആരെങ്കിലും വരെയുണ്ടായോ എന്ന് ചോദിച്ചു അത്ര. ഒരാൾ വന്നു, ഗുരുനാഥ അയക്ക് എന്താ നീ പറഞ്ഞു കൊടുത്തത്? രാമ എന്ന് ജപിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പൊട്ടത്താൻ ഒരൊറ്റയടി ശിഷ്യൻ്റെ കാരണക്കുറ്റി നോക്കി. ശിഷ്യൻ ദാ കടഞ്ഞു വീണു. എന്തിനാ ഗുരുനാഥ എന്നെ അടിച്ചത്? ഞാൻ നാമം ജപിക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. നാമം ജപിക്കാനാണ് പറഞ്ഞത്, രാമ ഒറ്റ പ്രാവശ്യം ജപിച്ചാൽ മതിയല്ലോ എന്നാണ്. അയാളുടെ ദുരിതങ്ങളൊക്കെ തീരും. നിനക്കത് വിശ്വാസം വരാത്തതുകൊണ്ടല്ലേ രാമ എന്ന് 3 പ്രാവശ്യം ജപിക്കണം എന്ന് പറഞ്ഞതാണ്. അതാണ് എൻ്റെ കഥ. അപ്പോൾ ഒരു പ്രാവശ്യം ജപിച്ചാൽ തന്നെ നമ്മുടെ പാപങ്ങളെ ഇല്ലാതെ കണ്ടായിത്തീരുന്നു. ദുഃഖങ്ങൾക്ക് അറുതി വരുമെങ്കിൽ ആ തിരുനാമം എത്ര ജപിച്ചാൽ എത്രയോ പുണ്യം നമുക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കൊടുത്ത ആ തിരുനാമത്തിൻ്റെ മഹിമ നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേതാവായിരിക്കുന്ന യമധർമ്മരാജാവിനോട് ചോദിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞു. അവർ പോത്തിനെയും ഒലക്കയും കയറൊക്കെ ആയിട്ട് നേരെ പോയി തെക്കോട്ട്. അവിടെ ചെന്ന് യമധർമ്മരാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു അത്ര, ആരാണ് ഈ ലോകം ഭരിക്കുന്നത്? അങ്ങാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇപ്പം അതാ നാമം ജപിച്ചതായിരിക്കുന്ന അജാമിളനെ കൊണ്ടുവരാൻ പറ്റാതെ കണ്ടായല്ലോ എന്നാണ് പറയുക. അപ്പോഴേക്കും യമധർമ്മരാജാവ് അവിടെ വീണ് നമസ്കരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുമ്പോഴേക്കും ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ? അജാമിളൻ ഇതെല്ലാം മരണശയ്യെ കിടന്ന് കേൾക്കുകയാണത്രേ. തന്നെ കാലൻ്റെ ആൾക്കാർ വന്ന് കൊണ്ടുപോകാൻ പോകുമ്പോൾ മകനെ ഓർത്തിട്ട് നാരായണ എന്ന് വിളിച്ച ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നോന്നറിയില്ല. എന്നിട്ട് തന്നെ 4 പേര് വിഷ്ണുഭാഷകന്മാർ വന്ന് തന്നെ ആ കാലഭാഷത്തിൽ നിന്ന് മോചിപ്പിച്ചില്ലേ. അപ്പോൾ എത്രയോ ചതിയനും വഞ്ചകനും കൊള്ളരുതാത്തവനുമാണ് ഞാൻ. അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നിയതാണ്. എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളെയും എൻ്റെ കുലോചിതമായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ വിടിഞ്ഞ് ഞാൻ ഈ കുലടയോടൊപ്പം ചേർന്ന് വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയി എൻ്റെ ജീവിതം ഞാൻ തുളച്ചു കളഞ്ഞുള്ളൂ കൃഷ്ണ. അദ്ദേഹത്തിന് പശ്ചാത്താപം വന്നു. ഞാൻ എവിടെ കിടക്കുന്നു? നാരായണ എന്ന തിരുനാമം എവിടെ കിടക്കണു? അറിയാതെ കണ്ടെങ്കിലും എൻ്റെ നാവിൽ നിന്ന് നാരായണ എന്ന് വന്നപ്പോൾ ആ വിഷ്ണുഭാഷിതന്മാരെന്നെ രക്ഷിക്കാൻ വന്നെങ്കിൽ ആ തിരുനാമം നിരന്തരം ജപിച്ചാൽ എന്തായിരിക്കും? ഒരിക്കലും എനിക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഞാൻ ഈ വേണ്ടാത്ത വഴി കൂടെ പോയില്ലായിരുന്നല്ലോ കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം
പിന്നെ അവിടെ നിന്നില്ല. പൂർണ്ണമായിരിക്കുന്ന വിരാഗം വന്നു. ഭാര്യയോടും മക്കളോടും ഒന്നും പറയാൻ നിന്നില്ല. പതുക്കെ പതുക്കെ അവിടുന്ന് വേച്ചു പോയി. നടക്കാനൊന്നും വയ്യെങ്കിലും അതൊക്കെ നടന്ന അദ്ദേഹം ഗംഗാതീരത്തിൽ പോയി ഗംഗയിൽ സ്നാനം ചെയ്ത് അതിൻ്റെ തീരത്തിരുന്നു കൊണ്ട് ഗംഗാദ്വാരൂപയായ മുക്ത സർവാനുബന്ധന, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിട്ടുകൊണ്ട് അദ്ദേഹം ആ നാരായണ എന്ന തിരുനാമം ഇങ്ങനെ മനസ്സലിഞ്ഞു വിളിച്ചു. നാരായണ നാരായണ നാരായണ. എത്ര നാമം ജപിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആരുമില്ല നാരായണ, ഇനി അവിടുന്ന് മാത്രമേ എനിക്ക് ശരണമുള്ളൂ എന്നുള്ള ഭാവത്തിൽ കൂടി ആ നാമം അങ്ങനെ ജപിച്ചു. കുറച്ച് ദിവസം അങ്ങനെ നാമം ജപിച്ചപ്പോഴേക്കും വിഷ്ണു പാർഷദന്മാർ ഹൈമം വിമാനമാരൂഹ്യ, സ്വർണ്ണ വിമാനവുമായിട്ട് വന്നു. അതെ, വണ്ടി കയറല്ലേ, പോകാൻ നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക്, അദ്ദേഹത്തിനെ കൊണ്ടുപോയി ആ ലോകത്തിലേക്ക് എന്നാണ്. അപ്പോൾ ആ തിരുനാമം എല്ലാ ബന്ധങ്ങളും വിടണം എന്നാണ്. നാമം ജപിക്കുന്ന സമയത്ത് മറ്റൊരാളെ നോക്കണ്ട എന്നാണ്. അതൊന്നുമില്ലാതെ കൊണ്ട് നാമം ജപിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് പറയേണ്ട ഭാഗവതത്തിൻ്റെ ആ ഏകാദശത്തിൽ പറയേണ്ട ഇതെല്ലാം വിചരേൽ അസംഗഹ. ആ നാമം ജപിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ലജ്ജ വിട്ട് ആരോടും ബന്ധം വേണ്ടെന്നാണ് ആ സമയത്ത്. അങ്ങനെ തിരുനാമം ജപിക്കുന്നതാണ്. യമഭടന്മാരോടൊക്കെ പറഞ്ഞു കൊടുത്തു അത്ര, ഞങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? യമൻ, നിരവധി, വരുണൻ, വായു, ആ ശൈലോടിന് ചുറ്റും കിടക്കുന്ന വെലിക്കല്ല് കാണില്ലേ, മുമ്പിൽ കിടക്കുന്ന ആളാണ് ഇന്ദ്രൻ, ആ മൂലയ്ക്കുള്ള ആളാണ് അഗ്നി, നേരെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ആളാണ് യമൻ, അപ്പുറത്ത് നിരുതി, വരുണൻ, വായു, കുബേരൻ, അതുപോലെ ബ്രഹ്മാവ് ഒക്കെയാണ് ചുറ്റിനും കിടക്കുന്ന വെലിക്കല്ലുകൾ. പുറത്ത് കിടക്കേണ്ട കുറേ ആൾക്കാർ. ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാന്നറിയോ? അകത്തിരുന്നിട്ട ആളാണ്. ഇവരൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ മൂക്കുകെട്ട കാളകളെ പോലെയല്ലേ, ഞങ്ങൾക്ക് എന്താ ഒരു ശക്തി ഉള്ളത്? അവിടുന്ന് എന്താണോ തീരുമാനിക്കുന്നത് അത് ചെയ്യാനല്ലാതെ കണ്ട് ഞങ്ങൾക്ക് യാതൊരു അധികാരങ്ങളും ഇല്ല. അത് കുട്ടികളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മറന്നുപോയി എന്നാണ്. ഏറ്റവും നല്ല ആ ധർമ്മം എന്താ? അത് നാമസങ്കീർത്തനമാകുന്ന ധർമ്മം തന്നെയാണ്. ആപൽ ധർമ്മം എന്നാണ് തിരുനാമസങ്കീർത്തനത്തിൽ പറയാം. എന്ത് ദുഃഖം വരുമ്പോഴും നാരായണാന്ന് മനസ്സ് ചുറ്റു വിളിക്കുന്നുണ്ടോ, എല്ലാ ദുഃഖങ്ങളെയും മാറ്റിക്കളയാൻ ആ തിരുനാമ സങ്കീർത്തനത്തിന് കഴിവുണ്ട്. അപ്പോൾ അദ്ദേഹം മകനെ ഓർത്തിട്ടാണെങ്കിലും വിളിച്ചത് ഭഗവാന്റെ തിരുനാമല്ലേ. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടതെന്നറിയോ? ജിഹ്വാനവക്തി ഭഗവൽ ഗുണനാമധേയം. നല്ല നാവുണ്ടായിട്ടും എന്തും പറയാൻ കഴിവുണ്ടായിട്ടും ആ മൂകനല്ലാതെ കൊണ്ട് ജനിച്ചിട്ടും ആ നാവിനെ കൊണ്ട് ഒരിക്കൽ പോലും നാമം ജപിക്കാത്ത ആൾക്കാർ. ജിഹ്വാനവക്തി ഭഗവൽ ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം. നല്ല മനസ്സ് വന്നിട്ടും ഈ ഭഗവാന്റെ രൂപത്തിനെ ഒന്ന് ഹൃദയത്തിൽ ധ്യാനിക്കാത്തവരുണ്ടെങ്കിൽ കൃഷ്ണായനോ നമതിയച്ചിരമേ കഥാവി, ഭഗവാന്റെ പാദത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ താനാണ് യധ്വമസതോ കൃത വിഷ്ണു ഭൃത്യാൻ. അങ്ങനെയുള്ളവരെ ഈ ലോകത്തിലേക്ക്, യമലോകത്തിലേക്ക് കൊണ്ടുവന്നുള്ളൂ എന്നാണ്. അപ്പം നമുക്ക് പോകേണ്ടി വരുമോ? നമുക്ക് പോകേണ്ടി വരില്ല അല്ലേ? നമ്മൾ 3 ദിവസമായിട്ട് അങ്ങനെ നമസ്കരിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യണില്ലേ? മതി എന്നാണ്. നമുക്ക് പോകേണ്ടി വരില്ല യമൻ്റെ ലോകത്തിലേക്ക്. അത് 7 ദിവസം കൊണ്ട് തീർക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ വേണ്ടത്? എന്നും ജപിക്കാറാണ്. കുറച്ച് സമയമെങ്കിലും 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയിട്ട്. അത് മാത്രം മതി. 24 മണിക്കൂർ നാമം ജപിച്ച് നടക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അതൊന്നും ഭാഗവതം പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തേ വേണ്ടത്? എപ്പോഴാണോ സമയം കിട്ടണത്? രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരമാണോ, ഏത് സമയത്താണോ നാമം ജപിക്കാൻ നമുക്ക് സമയം കിട്ടുക? ആ സമയത്ത് മതി. ഇന്ന സമയത്ത് ജപിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഭഗവാൻ. ഏത് സമയത്തും വേണമെങ്കിലും ജപിക്കാം അല്ലേ? മൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളുമാക്കുമുടനരുതാത്തതല്ല. ഹരിനാരായണായ നമഃ. ഏത് സമയത്ത് നമുക്ക് നാമം ജപിക്കാം. ഇനിതാ പുറത്തായിരിക്കുന്ന കുട്ടിയാണ്, നാമം ജപിക്കണേ എങ്ങനെയാണ്? അങ്ങനെ വിചാരിക്കേണ്ടതില്ല എന്നാണ്. നാമത്തിനെ അശുദ്ധമാക്കാൻ അത് സാധിക്കില്ല. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാമം ജപിക്കാറുണ്ടോ ആരെങ്കിലും? അതിനിപ്പോൾ എന്താ കുഴപ്പം? ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നാമം ജപിക്കാം. കാരണം എന്താ? അന്നം തന്നെ ബ്രഹ്മമാണ് അല്ലേ? അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോഴും നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് നാമം ജപിച്ചുകൊണ്ട് ഓരോ ഉരുള കഴിച്ചോളൂ. രാവിലെ കാപ്പി കുടിക്കുമ്പോഴോ, കുളിക്കുമ്പോഴും, മുറ്റടിക്കുമ്പോഴും, ഏത് സമയത്തും ഏതേത് ജോലി നമ്മൾ ചെയ്യാണോ ആ സമയത്തെല്ലാം നാരായണ എന്ന് ജപിച്ചോളൂ. അത് മാത്രം മതി. എന്തെല്ലാം ടെൻഷൻ നമുക്കുണ്ടെങ്കിലും അതെല്ലാം പോയി മറയാൻ അത് മാത്രം മതി. ഇവിടെ ഭാഗവതം നമ്മളോട് പറയണു. അതുകൊണ്ട് ഹേ ജിഹ്വേ
രസസാരജ്ഞേ സർവധാ മധുരപ്രിയേ നാരായണാഖ്യം പീയൂഷം പിബജിഹ്വേ നിരന്തരം. എന്തെല്ലാം മധുരം നമ്മൾ ഈ നാവിനെ കൊണ്ടറിയണു. ഈ തിരുനാമ സങ്കീർത്തനത്തിൻ്റെ മധുരം അറിയണ്ടേ? അതറിയണം. അതറിയുമ്പോഴാണ് ഇത്ര രസം ഉണ്ടായിരുന്നു അല്ലേ കണ്ണാ, അപ്പോഴാണ് നമ്മളറിയാം. അപ്പം അതുകൊണ്ട് എന്തെല്ലാം ദുഃഖങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ ദുഃഖം മുഴുവൻ പോകും നമുക്ക്. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാൽ നശ്യന്തി സകലാരോഗാൻ സത്യം സത്യം വദാമ്യഹം. അച്യുത അനന്ത ഗോവിന്ദ നാമത്രയം എന്നതിന് പേര്. ഈ നാമത്രയം എത്ര ജപിക്കണോ അത്രയും നല്ലതാണ്. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാൽ നശ്യന്തി സകലാരോഗാൻ സത്യം സത്യം വദാമ്യഹം. എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ എത്രയോ ആളുകളെ നമുക്കറിയാമല്ലോ. തിരുനാമ സങ്കീർത്തനം കൊണ്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനവധി ആളുകളെ നമുക്ക് കാണാം. അപ്പോൾ ആ നാമസങ്കീർത്തനത്തിന് അത്രയധികം മിടുക്കുണ്ട് എന്നാണ്. അതാണ് നമ്മുടെ അമ്മ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ. ഇത് തന്നെ പറയാനുള്ളൂ. എന്തുകൊണ്ടാണ്? അതിനേക്കാൾ വലുതായിട്ട് ഇനി കലികാലത്തിൽ മറ്റൊന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ട് നാരായണ 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 എന്ന നാമം തോരാതെന്നും വന്നിടണം നാവിലെപ്പോഴും. നാരായണ 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 എന്ന നാമം തോരാതെന്നും വന്നിടണം നാവിലെപ്പോഴും. തോരാതെന്നും വന്നിടണം നാവിലെപ്പോഴും. അത് മാത്രം മതി. ഇനി നമുക്ക് കലികാലത്തിൽ മറ്റൊന്നുകൊണ്ടും തന്നെ ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം പൂജകളും ഹോമങ്ങളും ഒക്കെ നമ്മളെ ആ ഭഗവാനിൽ നിന്ന് അകറ്റി കൊണ്ടുപോവാണ്. ഒരിക്കലും ഭഗവാനിലേക്ക് അടുപ്പിക്കണില്ല. അതുകൊണ്ട് തന്നെ ആ തിരുനാമ സങ്കീർത്തനം, അതുകൊണ്ട് ഭാഗവതാണെങ്കിലോ നാമപുരാണം ബ്രഹ്മസംഹിതം. ഭാഗവതം നാമപുരാണമാണ്. തിരുനാമ സങ്കീർത്തനത്തിനാണ് അത്രയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ തിരുനാമ സങ്കീർത്തനം എത്രമാത്രം ജപിക്കുന്നുണ്ടോ അത്രയും ഉള്ളിലെ ദുഷിപ്പൊക്കെ നമ്മളെ പോയി വരും. ആ പോയി വരുന്നതോറും അത്രയും നമുക്ക് ആനന്ദം നമുക്ക് അനുഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവദ്ധർമ്മത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന നാമസങ്കീർത്തനത്തിനെ കുറിച്ച് ജപ്യസ്തു സർവധർമ്മേഭ്യ പരമോ ധർമ്മ ഉച്യത്തെ എന്നാണ്. ഏറ്റവും വലിയ പരമമായിരിക്കുന്ന ധർമ്മം എന്താണ്? അത് നാമസങ്കീർത്തനം തന്നെയാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. എല്ലാ പാപങ്ങളെയും ഇല്ലാതെ ഉണ്ടാക്കാൻ തിരുനാമ സങ്കീർത്തനത്തിന് സാധിക്കും. ഒരു ആകാശമുട്ട പഞ്ഞിക്കെട്ടുണ്ടെങ്കിലും ഒരു തീപ്പൊരി വീണാൽ മതി, ആ പഞ്ഞിക്കെട്ടുകളെല്ലാം ഭസ്മമായി തീരുന്നത് പോലെ എത്രയോ ജന്മത്തിലെ പാപങ്ങളാണോ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് അതെല്ലാം തിരുനാമ സങ്കീർത്തനം കൊണ്ട് ഇല്ലാതെ കണ്ടാൽ തീരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഒരാൾ ഇന്നും ചെന്ന് കരയും, അത്ര കണ്ണാ എൻ്റെ വയറ്റിൽ വേദന മാറുന്നില്ലല്ലോ, എൻ്റെ അസുഖം മാറുന്നില്ലല്ലോ, എന്തേ ഒരു മാർഗം എന്ന് ചോദിക്കും. എന്നും അദ്ദേഹം അങ്ങനെ പോയി നിൽക്കുന്നല്ലാതെ കണ്ട് അപ്പോൾ അനവധി മരുന്നുകൾ കഴിച്ചു, വഴിപാടുകൾ കഴിച്ചു, എന്നിട്ടും രോഗം മാറുന്നില്ല. ഒരു ദിവസം വില്ലുമംഗലത്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, എത്ര വില്ലുമംഗലം സ്വാമിയാരെ, അവിടുന്ന് ഗുരുവായൂരപ്പനെ കാണുന്ന ആളാണല്ലോ നേരിട്ട്, അതുകൊണ്ട് ചോദിച്ചു എൻ്റെ രോഗം എന്താ മാറാത്തത് എന്നൊന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം ആ ധ്യാനത്തിലിരുന്നപ്പോൾ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ മുമ്പിട്ട് വന്നു. കണ്ണാ എൻ്റെ അദ്ദേഹത്തിൻ്റെ രോഗം മാറാത്തത് ഗുരുവായൂരപ്പാന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു 7 ജന്മത്തിലെ പാപം ഉണ്ടായിട്ട് അതുകൊണ്ടത് മാറുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞാൽ പിന്നെ വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ 7 ജന്മത്തിലെ പാപം ഉണ്ടെന്ന് പറഞ്ഞു. അടുത്തൊന്നും ചോദിച്ചില്ല. വേഗം മേൽപ്പത്തൂർ പിറ്റേ ദിവസം വില്ലുമംഗലം പിറ്റേ ദിവസം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു തൻ്റെ രോഗമൊന്നും മാറില്ല. ഗുരുവായൂരപ്പൻ പറഞ്ഞു 7 ജന്മത്തിലെ പാപം ഉണ്ടെന്ന്. അപ്പം പിന്നെ ഇങ്ങനെയാണ് മാറുക എന്ന് പറഞ്ഞു. അത്ര വില്ലുമംഗലം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അതൊക്കെ ആകെ വിഷമായി. ഭഗവാൻ കൈവിട്ടാൽ പിന്നെ ഇനിയിപ്പോൾ ആരോടാ ചോദിക്കാം, വേറെ ആരോടും ചോദിക്കാനില്ലല്ലോ. അങ്ങനെ അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കുരുവരമ്മയെ കണ്ടുവന്നാണ്. കുരുവരമ്മയോട് ചോദിച്ചു, അത്ര കുരുവരമ്മ എൻ്റെ രോഗം മാറാൻ എന്തേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു.
കുകുരമോ അവിടെ ഭഗവാൻ പറഞ്ഞല്ലോ 7 ജന്മത്തിലെ പാപമുണ്ടെന്ന്. ആരാ പറഞ്ഞത് തന്നെ ഇതൊക്കെ? വില്ലോങ്കളം ഗുരുവായൂരപ്പനോട് ചോദിച്ചിട്ടാണല്ലോ പറഞ്ഞത്. അതൊന്നും വിഷമിക്കണ്ട. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയം ആ അക്ഷരലക്ഷം എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം താൻ ജപിച്ചോളൂ. എല്ലാ രോഗവും ഗുരുവായൂർ മാറ്റി തന്നു. എനിക്ക് ഗുരുവായൂരപ്പനോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അത് നാമം കൊണ്ട് മാറുന്നുള്ളത് ഗുരുവായൂരപ്പൻ മാറ്റി കൊടുക്കോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഭഗവാനുള്ള അടിയുറച്ചതായിരിക്കുന്ന ഉറപ്പ്. വിശ്വാസമല്ല, ഉറപ്പാണ്. ആ കുകുരമ്മയുടെ വാക്ക് കേട്ട് അദ്ദേഹം കുറച്ച് ജപിച്ചോളൂ. അപ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന് നേരെ നിൽക്കാവുന്നതായി, ആഹാരം കഴിക്കാനായി, ഓടി നടക്കാനായി. ഓടി ഇവിടെ വന്നു. ഒരു ദിവസം വില്ലോങ്കിലത്തിനോട് കണ്ടപ്പോൾ ചോദിച്ചു, അത്ര എൻ്റെ രോഗമൊക്കെ മാറിയിട്ടോ, അങ്ങ് എന്തിനാണ് എൻ്റെ അടുത്ത് നുണ പറഞ്ഞത്? ഗുരുവായൂരപ്പൻ 7 ജന്മത്തിലെ പാപം ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വില്ലോങ്കിലത്തിനാകെ വിഷമായി. അന്ന് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ പൊന്നണിക്കണം മുമ്പിൽ വന്നു നിന്നു. എന്താ വില്ലോങ്കിലം എന്ന് ചോദിച്ചു. അത്ര പറഞ്ഞു, എന്തിനാ ഗുരുവായൂരപ്പ എന്നെ നാണം കെടുത്തിയത്? എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഞാൻ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അയാളുടെ രോഗം മാറില്ല, 7 ജന്മത്തിലെ പാപം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കുകുരമ്മ പറഞ്ഞപ്പോൾ അയാളുടെ രോഗമൊക്കെ മാറിയല്ലോ എന്ന് പറഞ്ഞു. വില്ലോങ്കിലത്തിന് എന്നെ ഉറപ്പില്ല, വിശ്വാസമില്ല, അതുകൊണ്ടല്ല എന്നോട് ചോദിക്കാൻ വന്നത്. കുകുരമ്മയ്ക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കുകുരമ്മയ്ക്കറിയാം ഗുരുവായൂരപ്പൻ്റെ നാമം ജപിച്ചാൽ മാറാത്ത രോഗമില്ല എന്നറിയാം. അതുകൊണ്ടാണ് കുകുരമ്മ എന്നോട് ചോദിച്ചില്ലോ. അച്യുതാനന്ദ ഗോവിന്ദ എന്ന് ചൊല്ലാനല്ലേ പറഞ്ഞോളൂ. അത് ചൊല്ലിപ്പെടുത്തപ്പോൾ എന്തായി? അയാളുടെ രോഗം മാറിയില്ലേ? തന്നെയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ അതുകൊണ്ട് മാറാത്ത എന്ത് രോഗമുള്ളത് എനിക്ക് അറിയാവുന്നൊരു ആളുണ്ട്. അത്ര ദോശക ഭാഗവതം വായിക്കും, ദോശക പ്രഭാഷണം പറയും. എൻ്റെ വേദിയിലൊക്കെ അത്യാവശ്യം വന്ന് എന്തെങ്കിലുമൊക്കെ ഇത്തിരി വായിക്കും, പറയുകയൊക്കെ ചെയ്യത്രേ. അപ്പോൾ അദ്ദേഹത്തിന് ഷുഗർ മൂത്തിട്ട് ഇത്തിരി ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ രോഗം മൂത്തിട്ട് വല്ലാണ്ടായി, അദ്ദേഹത്തിന് ഇരിക്കാനൊന്നും വയ്യാണ്ടായി. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം അമൃതയിൽ പോയി, അടുപ്പുള്ള അമൃതയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, കാല് മുട്ടിന് താഴെ മുറിച്ച് കളയുമെന്ന് പറഞ്ഞു. അതൊക്കെ ആകെ വിഷമായി. അത്രയും ആയി കാലൊക്കെ പഴുത്തട്ടെ, ഇത് മുറിച്ച് കളയാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞത്രേ. ഒരു ദിവസം പിറ്റേ ദിവസം അഡ്മിറ്റ് ആവണം. അദ്ദേഹം തലേ ദിവസം രാത്രി എന്നെ വിളിച്ച് കുറേ കരഞ്ഞു. രാത്രിയിൽ വെറുതെ പറഞ്ഞതല്ല കേട്ടോ, എൻ്റെ കാല് ഇന്ന് എന്നെ കാലില്ലാണ്ട് കാണുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ്, ഇന്ന് എനിക്ക് ഭാഗവതം വായിക്കാനൊന്നും ഇരിക്കാൻ പറ്റില്ല, എൻ്റെ കാല് മുറിച്ച് കളയുക എന്ന് പറഞ്ഞു. ഒക്കനെ കരഞ്ഞു അത്ര അദ്ദേഹം. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ചേട്ടനൊരു കാര്യം ചെയ്യുള്ളൂ, നാരായണൻ ജപിച്ചോളൂ. ഗുരുവായൂരപ്പൻ മാറ്റി തരാണ്ടിരിക്കുമോ? നാരായണൻ ജപിച്ചോളൂ, നാരായണൻ ജപിച്ചോളാൻ പറഞ്ഞു. എന്തായാലും നമ്മുടെ വാക്ക് കേട്ടു അദ്ദേഹം. രാത്രി ഉറക്കം വരില്ലല്ലോ, പിറ്റേ ദിവസം അഡ്മിറ്റ് ആകുമല്ലേ, കാല് മുറിച്ച് കളയല്ലേ. രാത്രി മുഴുവനും അങ്ങനെ നാരായണൻ ജപിച്ച് അങ്ങനെ ഇരുന്നു. നേരം വിളിച്ചായപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്ര എന്തായാലും ആ അമൃതയിലേക്ക് പോയാൽ കാശും മുടക്കണമല്ലോ, കാശും മുടക്കണം, അതിനുള്ള കാശും ഇല്ലേ അയാളുടെ കയ്യിൽ, കാശും മുടക്കണം, കാലും പോകും. അപ്പോൾ പെട്ടെന്ന് നേരം വിളിച്ചായപ്പോൾ അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. പറവൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറെ എന്നെ കാണിച്ചിട്ട് പോകാമെന്ന്. ആ ഡോക്ടറെ ചെന്ന് കണ്ട് 500 രൂപ ഡോക്ടറെ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം, കാലൊന്നും ഇരിക്കണ്ട. വേഗം ആ കീറി ആ പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് മരുന്നൊക്കെ വെച്ച് കുറേ നാൾ കൂടി അദ്ദേഹം അതും കൊണ്ട് അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കിയോളൂ, നാമജപത്തിൻ്റെ ശക്തി അല്ലേ അത്ര വലുതാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം, ഇത് എൻ്റെ അനുഭവമാട്ടോ ഞാൻ പറഞ്ഞത്, പറയാൻ പാടില്ല എങ്ങനെയൊന്നും, എന്നാൽ തന്നെയും നമുക്കുണ്ടായ ഒരു അനുഭവമാണ്. ഇപ്പോൾ നാരായണനാമത്തിൻ്റെ ശക്തി, ഭഗവാനെ അതേപോലെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നാണ്. അതിന് വഴിപാടുകളും ഹോമങ്ങളും യാഗങ്ങളും ഒന്നും ആവശ്യമില്ല. ഒന്നും വേണ്ടു ഹരി നാരായണായ നമ. തിരുനാമ സങ്കീർത്തനം കൊണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ ഓടി വരുന്നു. നാമജപം കൊണ്ട് മാത്രമേ ഭഗവാനെ സ്വന്താക്കാൻ പറ്റുള്ളൂ. എന്തെല്ലാം നമ്മൾ നടക്കിക്കൊണ്ട് സമർപ്പിച്ചാലും, അങ്ങനെ കുന്നോളം സ്വർണം കൊണ്ട് സമർപ്പിച്ചാലും, ഗുരുവായൂർ പോയാൽ നമുക്ക് കാണാമല്ലോ, സ്വർണ്ണക്കട്ടി കൊണ്ടും വെള്ളിക്കട്ടി കൊണ്ടും ഒക്കെ ആധാരമുണ്ട്. പക്ഷേ ചൂലുകൊണ്ടും പച്ചവെള്ളം കൊണ്ടും വെട്ടുകല്ലുകൊണ്ടും ഒക്കെ ആധാരം നടക്കണില്ലേ? അതും കണ്ണന് ഇഷ്ടമല്ലേ? കാരണം എന്താ? അതേ കൊടുക്കാനുള്ളൂ കണ്ണ, ഇതുകൊണ്ട് സന്തോഷിക്കണേ എന്നാണ്. അതുകൊണ്ട് ആകാത്തത് എന്തേ ഉള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന സാധനമല്ല, നമുക്ക് ആ മനസ്സുകൊണ്ട് കണ്ണ സന്തോഷിക്കണേ, അവിടത്തേക്ക് സന്തോഷമാവണേ. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അവിടത്തേക്ക് സന്തോഷമാവണേ. ആ ഒരു ഭാവം ഭാഗവതം വായിക്കുമ്പോഴും നമുക്ക് വേണ്ട ഒരു ഭാവമാണ്. ഗുരുവായൂരപ്പന് സന്തോഷമാവണേ, ഗുരുവായൂരപ്പന് സന്തോഷമാവണേ. ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കും. പക്ഷെ എന്ത് ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണെങ്കിലും, കാലത്തെ കാപ്പ് കുടിക്കുകയാണെങ്കിലും, രാത്രി അത്താഴം കഴിക്കുമ്പോൾ
വയറ്റിന് സന്തോഷമാവാൻ കേട്ടോ ഞാൻ ആഹാരം കഴിക്കുന്നത്. ആ ഒരു മനോഭാവം നമുക്ക് വന്നാൽ മതി. അതുകൊണ്ട് ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുന്നു. ഇത് തന്നെയാണ് ഭാഗവതത്തിന് പറയാനുള്ളൂ. ഓരോ കഥകൾ പറയുമ്പോഴും നമുക്ക് പറഞ്ഞു തരാൻ ഭാഗവതത്തിന് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളെയാണ് ഇനി നമ്മൾ കാണുന്നത്. പ്രഹ്ലാദൻ എന്ന ബാലനെ അവതാരം വരെ വായിച്ചിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അനുസ്മരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ അവനെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.